പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിഷൻ 60യുടെ 24ാം ദിനമായ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണമാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇതുവരെ രാഹുലിന് ഒരു പരിപൂർണ നീതി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോഴും പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കേക്കച്ചനും ഇടതുപക്ഷവും. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഒരുക്കുവാൻ അതിന്റെ മുഖ്യ സാരഥിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേക്കച്ചന്റെ ഒറ്റ പിടിവാശി കൊണ്ടും മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ വന്നിട്ടും പരാതിയൊന്നുമില്ലായിരുന്നിട്ടും കേസില്ലായിരുന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഇവർ സ്വീകരിച്ച ശിക്ഷാ നടപടികൾ പിൻവലിക്കാതെ അദ്ദേഹത്തെ ഇപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ ഒരു കുറ്റക്കാരനെ പോലെ ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പറവൂരിൽ ഇതുപോലൊരു ലൈംഗിക ആരോപണമുണ്ടായി. ഈ സതീശന്റെ സമീപത്ത് തന്നെയാണ് അപ്രകാരം ഒരു വിവാദം ഉയർന്നു വന്നത്. ഇദ്ദേഹം മിണ്ടാതിരുന്നു. നിയമസഭയിൽ ഈ ഒരു വിഷയം ഇദ്ദേഹത്തിന് ശക്തമായി ഉപയോഗിക്കാമായിരുന്നു. UDFന്റെ ഹാൻഡിലിങ്ങുകൾക്ക് ഒരു പ്രത്യാക്രമണം നടത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു ഇത്. ആ ആരോപണ വിധേയരായവർ അതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും സമാനമായ ഒരു സംഭവമല്ലേ രാഹുൽ വിഷയത്തിലും ഉള്ളത്. ഈ വിഷയത്തിലെ പോലെ തന്നെ പരാതിക്കാരുണ്ടായിരുന്നില്ല. ഇത്തരം ഒരു ആരോപണങ്ങൾ ഇതുപോലെ മാധ്യമങ്ങളിലൂടെ കേട്ടു എന്നും പറഞ്ഞാണ് 10-15 പേർ ചേർന്ന് ഒരു പരാതി കൊടുത്തത്. എന്തുകൊണ്ട് ഈ കേക്കച്ചന്റെ അനുയായികൾക്ക്, ഈ കോൺഗ്രസുകാർക്ക് ഇതുപോലെയുള്ള ഒരു ആരോപണം വന്നപ്പോൾ അവർക്കാർക്കും ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കേണ്ടേ? എന്തൊരു ആവേശമായിരുന്നു! ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ നാണം കെട്ട കേക്കച്ച, നീ LDFനെ കണ്ടുപിടിക്കുക, ഇപ്രകാരം ഒരു അപവാദ പ്രചാരണം കൊളുത്തുവിട്ടപ്പോൾ അവരുടെ നിലപാടെന്തായിരുന്നു? ഈ കേസിൽ അവർ എന്ത് നിലപാടാണ് എടുത്തത്? നിന്നെ പോലെ ചാടിത്തുള്ളി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നോ? അമിതാവേശം കാട്ടിയോ? ഒരക്ഷരം മിണ്ടിയോ? പാർട്ടി നേതൃത്വം എന്ത് ചെയ്തു? അർഹിക്കുന്ന അവജ്ഞയോടെ ഇത്തരം ആരോപണങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതൃത്വം ഇതിനെ കാര്യമായിട്ട് എടുത്തോ? അവർ എന്തെങ്കിലും പ്രതികരണവുമായി വന്നോ? ഈ ആരോപണ വിധേയരായവർ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് കേക്കച്ചൻ എന്താണ് ചെയ്തത്? ഇപ്രകാരം ഒരു ഊഹാപോഹങ്ങൾ ഏതോ ഒരു സ്ത്രീ വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സടകുടഞ്ഞെഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ ആ പാർട്ടി അധ്യക്ഷ സ്ഥാനം എടുത്തു കളഞ്ഞു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മൾ ഈ രണ്ടുപേരുടെ കാര്യത്തിലും നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നാണ് രാഹുലിന്റെ വിഷയത്തിൽ ഇവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്, തീയില്ലാതെ പറവൂരും പുകയുണ്ടാകുമോ? അവർ എന്നാൽ ഈ വിഷയത്തെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. രാഹുൽ വിഷയത്തിലും ഇതുപോലെ ഈ ഒരു സമീപനം ഈ കേക്കച്ചൻ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ പാർട്ടി ഇന്ന് ഇത്രയും പ്രതിരോധത്തിലാകുമായിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ പാർട്ടി ഇത്രയും അകലുമായിരുന്നു. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ഇവന്മാർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ ഒരു പ്രതികരണം കേൾക്കാം. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ തനിക്കെതിരെ ഉയർന്നു വന്ന ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും അടക്കം അദ്ദേഹത്തിന്റെ പേരടക്കം വന്നിരുന്നു. തനിക്കെതിരെ ഉയർന്നു വന്ന ആ ലൈംഗിക വിവാദത്തെക്കുറിച്ച് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന് പറയുവാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ഉടനെ മടങ്ങി വരാം. MLA, ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്താണ് തുടർ നടപടി എന്നുള്ളത്? എന്താണ് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ MLAയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഇപ്പോഴാണല്ലോ കൂടുതല് ഒരു കേസിന് ആസ്പദമായ തെളിവുകളോടുകൂടി അടിസ്ഥാനമില്ലാത്തതാണെങ്കിലും വാർത്തകൾ പുറത്തു വരുന്നത്. ഏറ്റവും ആദ്യം ഇത് പറവൂര് ഉള്ള നമ്മുടെ
പറവൂർ ടൗണില് ഉള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്. CK ഗോപാലകൃഷ്ണൻ, ചെട്ടിശ്ശേരിയിൽ എന്ന് വീട്ടുപേരുള്ള ഒരാള്. അദ്ദേഹം നമ്മുടെ പറവൂരിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന വഴിയിലാണ്, പറവൂരിൽ നിന്ന് ചെറായിക്ക് പോകുന്ന വഴിയിലുള്ള ഒരു അഡ്രസ്സാണ്. ഓക്കെ. പിന്നീട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കി. ഞാൻ പിന്നെ ആരാണെന്താണെന്നും പിന്നെ തിരക്കിയില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് FB വന്നതേ. അപ്പൊ അതിൽ പേര് വെക്കാതെയാണ് പരാമർശമെങ്കിലും എന്നെ അറിയുന്ന ആളുകളും പറവൂർ വൈപ്പിൻ മേഖലകളിലുള്ള ആളുകൾക്കും ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്ന നിലയിലാണ് ആ വാർത്ത വന്നത്. ഇത് 2 ദിവസം കഴിയുമ്പോ അത് മറ്റ് സോഷ്യൽ മീഡിയ, ഓൺലൈൻ ചാനലുകള്, ചില ദിനപത്രങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ അതിൽ ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത് ഷാജഹാൻ സാറിന്റെ ഓൺലൈൻ ഇതാണ്. മനസ്സിലായി. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. അതെ. എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആള് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മളോട് സ്ഥിരീകരിച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. പുള്ളി എല്ലാം ദൃക്സാക്ഷിയെ പോലെയാണ് ഇത് വിവരിക്കുന്നത്. പറവൂര് പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാട്ടുകാർ അറിയണ്ടേ. പിന്നെ ഈ പറയുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ ഞായറാഴ്ച നമ്മുടെ ടൂറിസം വാരാഘോഷം കടമക്കുടിയിൽ നടക്കുന്നത്. മനസ്സിലായി. ആ സമ്മേളനത്തിൽ അവിടെ വരികയും ചെയ്തിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ അഡ്രസ് ചെയ്യുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ആസൂത്രിത നീക്കമെന്നാണോ MLA എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാനിപ്പോ പൊതുപ്രവർത്തനായി വന്നതും ഈ വൈപ്പിൻ MLA ആയി വരുന്നതിന്റെ ഒക്കെ പിന്നില് എന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അനുയായികളും എല്ലാം എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ അവിടെ MLA ആയത്. പക്ഷെ ഇതില് ഉണ്ടാകാം ചിലപ്പോ നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. സമീപകാല രാഷ്ട്രീയത്തില് ഇടതുപക്ഷത്തെ മോശപ്പെടുത്തിയാലേ അവരുടെ ഇടയിലുണ്ടായ സംഭവങ്ങളെ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കൂടിയുള്ളൊരു സൃഷ്ടിയായിട്ടാണ്, വ്യാജ സൃഷ്ടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനം? അതെ, തീർച്ചയായിട്ടും. നിയമപരവും രാഷ്ട്രീയവുമായി നേരിടാന്നുള്ള അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല. പിന്നെ നമ്മളറിയാവുന്ന ഞാന് ഏതാണ്ട് 74 മുതൽ സ്റ്റുഡന്റ് മൂവ്മെന്റിലുള്ളതാ. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വന്നത്. ഒരു MLA പോലുള്ള ഒരാളായി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉള്ള അറിയാലോ, നമ്മൾ വന്ന വഴികളും സഞ്ചരിച്ച മാർഗങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദുർഘടം പിടിച്ച വഴിയിലൂടെയല്ലേ വന്നത്. അപ്പൊ അതിനിടയിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ ആരും ഇതേവരെ ആരോപിക്കപ്പെടാത്തതാണ്. അപ്പൊ അത് കാലവും ചരിത്രവും തെളിയിക്കട്ടെ എന്നല്ലാണ്ട് നമുക്ക് വേറൊന്നുമില്ല. എന്നാലും നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോ ആഗ്രഹിച്ചത്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. അതെ. KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം VD സതീശനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പറവൂരിൽ VD സതീശനും ഇടതുപക്ഷവും തമ്മിൽ ശക്തമായ ഒരു അന്തർധാര ഉണ്ടെന്നും അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും യാതൊരു കാരണവശാലും തനിക്കെതിരെ ഒരു പാരപണിയില്ല എന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ടോ, എത്ര സ്നേഹമാണ് ഇവർ തമ്മിൽ. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കന്മാർ തമ്മിൽ ഇത്രയും ഒരു ഐക്യമുണ്ടോ? LDFിലെ ഒരു വൈപ്പിൻ MLAയും ഈ കേക്കച്ചനും തമ്മിൽ എത്രത്തോളം അഗാധമായ ബന്ധമാണുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പം ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷമാണ്, അല്ലെ തന്റെ എതിരാളികളാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പതിവ്. ഇദ്ദേഹം അതിനൊന്നും ശ്രമിക്കാതെ അദ്ദേഹം കേക്കച്ചനെ വെള്ളപൂശുന്നു. അതിനൊന്നും ഒരു സാധ്യതയുമില്ല, അദ്ദേഹം ആയിരിക്കുവാൻ യാതൊരു വഴിയുമില്ല എന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ i2 ന്യൂസ് പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവർ തമ്മിൽ എത്രയോ ശക്തമായ അന്തർധാര ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹമാണ് ഈ ഒരു വിഷയം രമ്യമായി പരിഹരിക്കുവാൻ, അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം പുറത്തു പോകാതിരിക്കുവാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ ആ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഈ വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ നടത്തിയത്. നമുക്കിനി ഈ ആരോപണ വിധേയായ CPM നേതാവ് KJ ഷൈൻ എന്താണ് പറയാൻ ഉള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
ഇത് ടീച്ചറെ ചോദ്യം ആദ്യത്തെ എന്താണ് ഇത് ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരാനുള്ള? അതിപ്പോ എന്താ പറയാ, നമ്മളൊരു സാധാരണ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കേരളത്തില് ഒരു 2 ആഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു എന്താ പറയാ ലൈംഗിക കുറ്റമുണ്ടല്ലോ, ആ കുറ്റത്തെയും ആ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ഒരു MLA-യെയും രക്ഷിക്കാൻ പലതരത്തിലും ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് നിയമസഭ കൂടുന്നു, അതിനകത്ത് എല്ലാ പ്രതിരോധങ്ങളും കരുത്തോടെ എടുക്കാം എന്ന് വിചാരിച്ച UDF-നും കോൺഗ്രസിനും അത് കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. ആ നിസ്സഹായാവസ്ഥയിൽ അവരുടെ ആ ഒരു ദുർബലാവസ്ഥ പരിഹരിക്കുന്നതിനും ഒപ്പം തന്നെ ഈ MLA-യെ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കറിയാലോ, മാധ്യമങ്ങളിലടക്കം അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വോയിസ് മെസ്സേജുകളും സന്ദേശങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ കയ്യിലടക്കമുണ്ട്, അതിൻ്റെ ചർച്ച നടക്കുന്നു. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതുണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പം ശരിക്കും എന്താണ് പ്രശ്നം? MLA ഉന്നയിച്ചാണ് ആരോപണമൊക്കെ വന്നിരിക്കുന്നത്. MLA താങ്കളുടെ സുഹൃത്തു കൂടെയാണല്ലോ, അറിയുന്ന ആൾ കൂടെയാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അറിയുന്ന ആളുകളാണ്. ഇവിടെ നടക്കുന്ന പൊതു എന്താ പറയുക മീറ്റിങ്ങുകളിലൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ MLA എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ഒരുമിച്ച് വേദികളിൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഒരു കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപ് 11-ാം തീയതിയാണെന്നാണ് ഓർക്കുന്നത്, ഒരു പൊതുവേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, ഞങ്ങൾക്ക് കുടുംബപരമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിയാണ്, കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു പൊതുവേദിയിൽ ഇരിക്കുകയാണ്, ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു, പറഞ്ഞു അല്ല ഒരു ധൈര്യമായിട്ടിരുന്നോളണം, എന്ത് കേട്ടാലും വിഷമിക്കരുത്, ഒരു ബോംബ് വരുന്നുണ്ട്, ടീച്ചറെയും ഒരു MLA-യും കൂട്ടി മോശമായി ഒരു സാധനം വരുന്നുണ്ട് എന്ന് പറയാണ്. ചിലപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായിട്ട് പറഞ്ഞു പോയതായിരിക്കാം. അതിനുശേഷമാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വേറെ പേരോ വേറെ ഒന്നുമില്ലാത്ത, അതായത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പോസ്റ്റർ വരികയാണ് ഇങ്ങനെ, ഇത് മാത്രമായിട്ട് വെച്ചിട്ട്. അത് കഴിഞ്ഞ് അപ്പം ഞാനിവിടെ പുള്ളി അത് ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു നമുക്കിത് പരാതി കൊടുക്കണം. പക്ഷെ പരാതി കൊടുക്കാൻ ആർക്കെതിരെ പരാതി കൊടുക്കും? അപ്പം അതിൻ്റെ അകത്ത് പേരും ഊരും ഇതൊന്നുമില്ല, വളരെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. എന്നാൽ ചില മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്ററാണ് വരുന്നത്. അപ്പം നമ്മളത് മൈൻഡ് ചെയ്തില്ല. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പൊതുവേ നമ്മുടെ സമൂഹത്തിനുള്ളൊരു കാഴ്ചപ്പാട്, സ്ത്രീകൾ വീടിൻ്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ചോറും കറിയൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി പോവുക എന്നുള്ള ഒരു സ്ത്രീയെയാണ് നമ്മുടെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവർക്ക് ഒരു പൊതു ജീവിതവും സാമൂഹ്യ ജീവിതവും അന്തസ്സും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ധരിക്കുന്ന ആധുനിക സമൂഹത്തിലുള്ള പുരുഷന്മാർ ഒട്ടേറെയുണ്ട്, പ്രവർത്തകരുണ്ട് ഉണ്ട്. പക്ഷേ അതിന് ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ സമൂഹത്തിൻ്റെ, അതായത് സ്ത്രീകൾ പുറത്തേക്ക് പോകേണ്ടതില്ല, അവരെ അടങ്ങി ഒതുങ്ങി അനുസരിച്ച് ഒക്കെ ജീവിക്കണം എന്ന് ധാരണ വെച്ച് പുലർത്തുന്ന ആ മനോനിലയുള്ള കുറേ പേരുണ്ട്. അപ്പം അവർക്ക് കൂടി ആ ഏജൻസ് ഉണ്ട്, സോഷ്യൽ ഏജൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വെറുതെ സ്വായത്തമാക്കുന്നതല്ല, ചെറുപ്പകാലം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ മൂല്യബോധം, സ്ത്രീവിരുദ്ധമായ മൂല്യബോധം. ആ ബോധവും ഒപ്പം തന്നെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ ഈ ലൈംഗിക അപവാദമൊക്കെ പറഞ്ഞാൽ രസകരമാണ്, അത് കേട്ട് രസിക്കാം, കണ്ട് രസിക്കാം, അതും ഒരു എന്താ പറയുക ഒരു ആത്മരതി എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇങ്ങനത്തെയുള്ള പോസ്റ്ററുകളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴാണ് അപ്പം ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയെ പ്രസവിച്ച അതിൻ്റെ ഡെലിവറിയുടെ ഇതൊക്കെയായിട്ട് ഞാൻ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം, വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ സ്ഥിരം വരണുണ്ടല്ലോ. ഇങ്ങനെ മനോവൈകൃതമുള്ള കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ രംഗത്തുണ്ട്, ഈവൻ മാധ്യമപ്രവർത്തന രംഗത്ത് പോലും ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം, അവരെയൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളും പോകുന്നുണ്ടാവാം. പക്ഷെ അത്രയ്ക്കേ നമ്മൾ കരുതിയുള്ളൂ. പിന്നെ വരുന്നത് പടം വെച്ച് വരുന്നു, എന്തെല്ലാം വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോംബ് പൊട്ടും എന്ന് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ അതിനു മുമ്പ് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ചില ആളുകളെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ ബോംബ് എന്നുള്ള വാക്ക് വേറെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ബോംബ് പൊട്ടും.
തീർച്ചയായിട്ടും വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ്. പരാതി കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ എന്നെ SP ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്, DGPക്ക് അയച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും വെറുതെ ഇരിക്കില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഒട്ടേറെ സോഷ്യൽ രാഷ്ട്രീയ രംഗത്തേക്കും പൊതു സാമൂഹ്യ രംഗത്തേക്കും പ്രവർത്തകരായി വരണം. മാധ്യമ പ്രവർത്തനത്തിനും വരണം. ഇതേപോലെ ക്യാമറകളൊക്കെ പിടിച്ച് നാളെ സ്ത്രീകളും വരണം. അപ്പോൾ അവരൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് ഓടിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഞാനൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ഏജും അതിൻ്റെ പുറമൊക്കെ കഴിഞ്ഞ ഒരാളാണ് ഇല്ലേ. അപ്പം ഇനി വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഞങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അവർക്കൊരു മോശം തോന്നരുത്. കണ്ടോ, ഇത്രയും നാൾ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ട് അവരെന്താ തിരിച്ചോടിയത്, അല്ലെങ്കിൽ അവരെന്താ പ്രതികരിച്ചില്ല, അവരെന്തോ പരാതി കൊടുത്തില്ല എന്ന് ഞങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂജൻസ് അല്ലെങ്കിൽ ജെൻസി അവർ കരുതില്ല, അവരത് മൈൻഡ് പോലും ചെയ്യില്ല. എങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇതിലിപ്പോൾ ഒരു വാർത്തയാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഹാൻഡിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത് പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണമില്ല. അപ്പോൾ ആ വാർത്താ മാധ്യമത്തിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുമോ, ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെല്ലാം ലിങ്കുകളിൽ നിന്നാണ്, ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ്, ലിങ്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. യൂട്യൂബ് ഒരു മാന്യൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 10-65 വയസ്സൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ, മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട് ഇല്ലേ, ഈ ലൈംഗികമായി എന്താ പറയുക അതിനെക്കുറിച്ച് അറിയാത്ത ആ ഒരു പ്രായമുണ്ട്, എന്താ പറയുക ചോരത്തിളപ്പ് എന്നൊക്കെ പറയൂലേ, ആ പ്രായമുണ്ട്. ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത, യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട്. അദ്ദേഹം ഏതാണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത്, ഇവിടെ നടക്കുകയാണ്, ചവിട്ടിപ്പൊളിക്കുകയാണ്. എന്താണ് അദ്ദേഹം സഹായിക്കാൻ വരാതിരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ ചോദിക്കണം, ഇത്രയും ഒരു ചവിട്ടിപ്പൊളിക്കാൻ താങ്കൾക്കൊന്നും സഹായിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. ഡോറ് ചവിട്ടിപ്പൊളിച്ചു. അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം മ്ലേച്ഛത്തരങ്ങളാണ് മാധ്യമങ്ങളിൽ. അത് അവര് നിങ്ങളത് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ കോൺഗ്രസിൽ നിന്നാണോ വന്നത്, തർക്കമില്ല. കാരണം അവരാണ് ഇപ്പോൾ ഈ വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ്. അവരെല്ലാവരും അടച്ചാക്ഷേപിക്കണമെന്നില്ല കേട്ടോ, നല്ല മനുഷ്യരെല്ലായിടത്തും ഉണ്ടല്ലോ. ഇന്നലെ ഡോക്ടർ KT ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും പുഴുക്കുത്തുകളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, എല്ലാ വ്യക്തികളും ഞാൻ ഉൾപ്പെടെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ എല്ലാ പുഴുക്കുത്തുകളെയും എല്ലാ ജീർണതകളെയും എല്ലാ ദുർഗന്ധത്തെയും പുതപ്പിട്ട് മൂടി വെക്കുകയാണ്. ഇതിപ്പം MLAക്ക് അടി കിട്ടി, വാതിൽ ചവിട്ടി പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളായിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത്രയും നീചമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതെ, അതിപ്പോ ചോദിക്കാനില്ലല്ലോ. അതിനിപ്പോ വേറെ കാര്യമായിട്ട് അതിനെ കുറിച്ച് എന്താ പറയാ. കുടുംബത്തെ കൂടി നിങ്ങളിപ്പോ ഇവിടെ കണ്ടാണല്ലോ ഈ പുറയിൽ കാണുന്നതാണ് വാതില്. ഇവിടെ പരിശോധിച്ചറിയാം നിങ്ങൾക്ക് എത്രയോ ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു അനക്കം ഉണ്ടായാൽ, ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും വന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ ഷൈൻ ടീച്ചർ മാത്രമല്ല, താങ്കൾ കുടുംബത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചഴിക്കുന്ന രീതിയിലാണ്. പത്രത്തിനെതിരെ നടപടി ഉണ്ടാവും, എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ട് കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്? പത്രം എന്നുള്ളതൊരു ഉപകരണം മാത്രമാണ്. ഇപ്പൊ ഇന്ന് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയൊരു അപജയമാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. അന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മലീമസമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷൈൻ സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രയും മോശമാക്കുന്നതിന്
ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിൻപറ്റി വന്നിരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പം ഞാനൊരു അത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. എൻ്റെ കുടുംബം മുഴുവനും കോൺഗ്രസ്സുകാരാൽ, എൻ്റെ ബന്ധുക്കളെല്ലാം കൂടുതലും കോൺഗ്രസ്സുകാരാണ്. പക്ഷെ ആ ഒരു മൂല്യം, ഇപ്പോൾ ആ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാരൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, പഴയ MP ധനപാലൻ ചേട്ടനൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, എതിരഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയും സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. ഇവിടെയുള്ള ആരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കും ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുക, ഈ ഒരു പ്രചരണ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരിക, ആ കേന്ദ്രത്തിൽ വന്ന ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം തരത്തിലുള്ള, ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്, കേട്ടലറക്കുന്ന രീതിയിലുള്ള ചില കമന്റുകൾ. നിങ്ങൾ മൊത്തത്തിൽ തെറ്റി നോക്കിയാണ് പ്രചരിപ്പിക്കുന്നത്. MLA കുറച്ചാളായിട്ട് കണ്ടിട്ടില്ല. അതായത് മറ്റു ചില പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ടൊക്കെ എന്നെ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോഴേ ഇതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.